ആലുവ നഗരസഭ CDSനായി പിന്നോക്ക വികസന കോർപ്പറേഷൻ 2,19,50,000 രൂപയുടെ ലോൺ അനുവദിച്ചു. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ ലോണിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ അതൊക്കെ ഉൾക്കൊള്ളാൻ നേതൃത്വം നിങ്ങളുടെ സഹകരണം ഒക്കെ അതേപോലെ തന്നെ എഞ്ചിനി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അപ്പം ഞാനത് ഇവിടെ നഗരസഭയുടെ ഒരു നന്ദിയായി ഇവിടെ ഞാൻ അറിയിക്കുന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ CDS അധ്യക്ഷ ലളിത ഗണേശൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ സൈജി ജോളി, ലത്തീഫ് പൂഴ്ത്തുറ, മിനി ബൈജു, ഫാസിൽ ഹുസൈൻ, ലിസ ജോൺസൺ, ശ്രീലത, വിനോദ് കുമാർ, K ജയകുമാർ, മെമ്പർ സെക്രട്ടറി ഷിയാസുദ്ദീൻ, രഞ്ജിനി വേണുഗോപാൽ, സൗമ്യ വിനയൻ, മനോമണി ബാബു, സിജിത, സിമി, പ്രസന്ന ജോയി എന്നിവർ സംസാരിച്ചു. ആലുവ നഗരസഭ കുടുംബശ്രീ മുഖേന അയൽക്കൂട്ടങ്ങൾക്ക് അനുവദിച്ചു വരുന്ന മൈക്രോ ഫൈനാൻസ് ലോണിൻ്റെ 4ാം ഘട്ടം ഇന്ന് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ വിതരണം ചെയ്തു. ഈ ഘട്ടത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്ന മൊത്തം തുക 2,19,50,000 രൂപയാണ്. അത് നഗരസഭയിൽ 39 അയൽക്കൂട്ടങ്ങൾക്കായിട്ടാണ് നമ്മളത് വിതരണം ചെയ്യുന്നത്. ഇതിനു മുന്നേ നഗരസഭയിൽ നിന്നും വിതരണം ചെയ്ത തുക കൃത്യമായ തിരിച്ചടവിൽ നമ്മൾ തിരിച്ചടച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ കൂടുതൽ തുക അനുവദിക്കുന്നതിനും അത് കൂടുതലായി വിതരണം ചെയ്യുന്നതിനും നിലവിൽ സാധിച്ചിട്ടുള്ളത്. 2,19,50,000 രൂപ കേരള പിന്നോക്ക വികസന കോർപ്പറേഷൻ അനുവദിച്ചത് നിലവിൽ കുടുംബശ്രീ അംഗങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ആയിട്ടാണ് നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ആ ലോണിൻ്റെ ഏറ്റവും വലിയ ഒരു അവിഭാജ്യ ഘടകം. അത് നഗരസഭ CDSനും അതിൻ്റെ 1% പലിശ നിരക്ക് ലഭിക്കുന്നത് മൂലം നഗരസഭ CDSനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും അത് വലിയൊരു ഗുണം ചെയ്യും എന്നുള്ളതാണ് ഈ ലോൺ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. ന്യൂസ് ഡെസ്ക് ആലുവ.